സജ്ജനങ്ങളെ, നവരാത്രി പൂജ എന്നാൽ എന്താണ്? നവരാത്രി വെറും 9 രാത്രി മാത്രമല്ല, അത് സ്ത്രീത്വത്തെ, മാതൃത്വത്തെ, യുവതിയെ, ബാലികയെ, ശിശുവിനെ ആരാധിക്കുന്ന മഹനീയ ദിനരാത്രങ്ങൾ കൂടിയാണ്. പ്രപഞ്ചകാരിണിയായ മൂലപ്രകൃതിയെ അടുത്തറിയലാണ്. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ആ പ്രജ്ഞയുടെ സത്താണെന്നറിയലാണ്. ഭൂമിയും പ്രകൃതിയും കാടും കടലും നദിയുമൊക്കെ അമ്മയായി കണ്ട ആ ആദിപരാശക്തിയുടെ മക്കളുടെ സ്വയം സമർപ്പിത ദിനങ്ങളാണവ. അമ്മയെ ഭഗവതിയായി കാണാൻ പറഞ്ഞ ഗുരുപരമ്പകളിലൂടെ ആർജിച്ചറിവിൻ്റെ വികാസ പ്രക്രിയ നവീകരിക്കേണ്ട ദിനങ്ങളാണ്. എന്തെല്ലാം വിദ്യകൾ നാം സ്വായത്തമാക്കിയോ അതെല്ലാം ആ വിദ്യാ സരസ്വതിയുടെ ദാനങ്ങളാണ്. എന്തെല്ലാം കർമ്മങ്ങൾ നാം ചെയ്യുന്നുവോ അവ ആ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ ഏതു വസ്തുവിലും ശക്തിയിലും ആ പ്രാണനിലും എപ്രകാരം ആ അമ്മയുടെ ആദിപരാശക്തിയുടെ ചേതനം അറിഞ്ഞിരിക്കുന്നുവോ അതേ ചൈതന്യം അമ്മസ്ഥാനത്ത് തന്നിലും കുടിയിരിക്കുന്നുവെന്ന മഹനീയ സത്യം സ്വായത്തമാക്കലാണ് നവരാത്രി കാലത്ത് മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുചീകരിക്കുവാൻ, നവീകരിക്കുവാൻ യത്നിക്കേണ്ട ദിനങ്ങളായി മാറ്റാൻ കഴിയേണ്ടത്. ഈ കാണുന്നതിലെല്ലാം അമ്മയുണ്ട്, അമ്മയില്ലാതൊന്നുമില്ല. നവരാത്രി വ്രതം ആദ്യം അനുഷ്ഠിച്ചത് അവതാരപുരുഷനായ സാക്ഷാൽ ശ്രീരാമനാണ്. സീതാപഹരണത്തിന് ശേഷം കിഷ്കിന്ധയിൽ വെച്ചാണ് ദാശരഥി വ്രതം ആദ്യം തുടങ്ങിയതെന്ന് ദേവി ഭാഗവതത്തിൽ പരാമർശിക്കുന്നു. ആ വ്രതം എല്ലാവരും വരുന്ന ആളുകളെ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമാക്കിയത് സുദർശനൻ എന്ന രാജാവായിരുന്നു അത്രേ. പല നാമങ്ങളിലായി സരസ്വതി ദേവിയെ ഭക്തർ ഈ ദിവസങ്ങളിൽ ആരാധിക്കാറുണ്ട്. വീണ സരസ്വതി, താണ്ഡവ സരസ്വതി, ഭാരതി, ബ്രാഹ്മി, വാഗീശ്വരി, ഗായത്രി ഇവ ഇതിൽ ചില ഭാവങ്ങളാണ്. മയിൽവാഹനയായും ഹംസവാഹനയായും ദേവിയെ പൂജിക്കാറുണ്ട്. നവരാത്രികാലം സംഗീതാർച്ചന കാലവുമാണ്. ഓരോ ദിവസവും ആലപിക്കേണ്ട കീർത്തനങ്ങൾ ശ്രീ സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയതെന്നാണ് പിൻകാലത്തത് ആചാരമായത്. നാം നേടിയ എല്ലാ വിദ്യകളും ആ പരാശക്തിയുടെ ദാനമാണ് എന്ന ആ വലിയ സത്യം മറക്കാതിരിക്കുക. നവരാത്രി സ്ത്രീത്വത്തെ പൂജിക്കുന്ന, ആരാധിക്കുന്ന, സ്ത്രീത്വത്തെ ആഘോഷിക്കുന്ന 9 ദിനങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഏതു ശക്തിക്ക് അടിമപ്പെട്ട് ധർമ്മം പാലിക്കുന്നുവോ ആ പരാശക്തി സ്ത്രീത്വമെന്ന് അറിഞ്ഞ് ആരാധിക്കുന്ന വലിയ സംസ്കാര മഹിമ ദൈവത്തെ ആണായി മാത്രമല്ല ഇവിടെ കാണുന്നത്. നവരാത്രി ആചരണ ഭാഗമായി കുമാരിപൂജ പതിവുണ്ട്. അശ്വിനി മാസ പ്രഥമ മുതൽ നവരാത്രിയിലെ ഓരോ തിഥിയിലും ഓരോ നവകന്യകമാരെ പൂജിക്കും. പ്രഥമ തിഥിയിൽ ശൈലപുത്രിയെ ആരാധിക്കുകയും 2 വയസ്സുള്ള പെൺകുട്ടിയെ കുമാരിയായി സങ്കല്പിച്ച് പൂജിക്കുകയും ചെയ്യുന്നു. ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി. ദക്ഷപ്രജാപതിയുടെ യാഗവേദിയിൽ ദേഹം വെടിഞ്ഞ സതീദേവി ഹിമവാന്റെ പുത്രിയായി ജനിച്ചു. ശൈലരാജൻ ഹിമവാന്റെ പുത്രിയായതിനാൽ ദേവിക്ക് ശൈലപുത്രി എന്ന പേരുണ്ടായി. ഇരുകരങ്ങളിൽ ത്രിശൂലവും താമരയും ധരിച്ച് കാളപ്പുറത്തിരിക്കുന്ന ദുർഗാഭാവമാണിത്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ചേർന്ന ശൈലപുത്രിയുടെ ആരാധനയ്ക്കായി നവരാത്രിയുടെ 1-ാം രാത്രി നീക്കിവച്ചിരിക്കുന്നു. ശൈലപുത്രിയെ ഭജിക്കുന്ന മന്ത്രവും ധ്യാനവും ഇനി പറയുന്നു. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥകൃത ശേഖരാം വൃക്ഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വനിയും. മനസ്സിലാഗ്രഹിക്കുന്നത് നൽകുന്നവളും, ചന്ദ്രകല ശിരസിൽ ധരിച്ചിരിക്കുന്നവളും, വൃഷഭത്തിൻ്റെ പുറത്തിരിക്കുന്നവളും, ശൂലത്തെ ധരിച്ചിരിക്കുന്നവളും, യശസ്വിനിയുമായ ശൈലപുത്രിയെ ഞാൻ വന്ദിക്കുന്നു. വിഘ്നനിവാരണം, ആഗ്രഹസാഫല്യം എന്നിവയ്ക്ക് ഈ ശ്ലോകം ചൊല്ലി മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ഫലം നിശ്ചയമാണ്. ദേവിയുടെ ജപമന്ത്രം ഓം ദേവി ശൈലപുത്രി നമ. ഹൈന്ദവ വിശ്വാസത്തിലെ ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരുമല്ലോ.